ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് കത്തിച്ച ഒരു ഫോട്ടോയാണിത്. എന്നാൽ ഇതിന് പിന്നിലെ സ്റ്റോറി എത്ര പേർക്കറിയാം? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്. 2006 യൂണിസെഫിന് വേണ്ടി ഫണ്ട് റേസ് ചെയ്യാൻ ബാർസ ഫൗണ്ടേഷനും സ്പോർട്സ് ന്യൂസ് പേപ്പറും ചേർന്ന് ഒരു ചാരിറ്റി കലണ്ടർ ഓർഗനൈസ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോഷൂട്ടിന് ചില ലോക്കൽ ഫാമിലീസിനെ റിഫിൽ അഥവാ നറുക്കെടുത്ത് തെരഞ്ഞെടുത്തു. ആ റിഫിലിൽ സെലക്ട് ആവുന്നതോ നമ്മുടെ യമാലിന്റെ ഫാമിലി ആയിരുന്നു. അതിനുശേഷം 2007 ഒക്ടോബർ 31 ക്യാമ്പ് നൗവിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അന്ന് 3.5 വയസ്സ് മാത്രം പ്രായമുള്ള യമാലിനെ അന്ന് വെറും 19 വയസ്സ് മാത്രമുള്ള മെസ്സി കുളിപ്പിച്ച് ആ ഫോട്ടോ എടുത്തു. അന്ന് ഇത് വെറും ഒരു ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു. ആ ഫോട്ടോ ഒരു ദിവസം ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഐക്കോണിക് ഫോട്ടോകളിൽ ഒന്നായി മാറുമെന്നും ആ കുഞ്ഞ് തന്നെ മെസ്സിയുടെ പാതയിലൂടെ നടന്ന് ബാർസയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ആവുമെന്നോ ആരും അന്ന് ചിന്തിച്ചിരുന്നില്ല. ചില മൊമെന്റ്സ് അങ്ങനെയാണ്. അന്ന് വളരെ സാധാരണ പോലെ തോന്നും, എന്നാൽ സമയം കഴിയുമ്പോൾ അത് തന്നെയായിരിക്കും ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് എവിടെ തുടങ്ങുന്നു എന്നതിലല്ല കാര്യം, നിങ്ങളുടെ സ്വപ്നത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നടക്കുന്നതിലാണ് കാര്യം. ഒരു ചെറിയ തുടക്കം പോലും നാളെ ലോകം മുഴുവൻ ഓർക്കുന്ന ഒരു കഥയായി മാറും. ഹിസ്റ്ററി ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, ചെറിയ മൊമെന്റ്സ് കൂടി ചേർന്നാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.